തിരുവനന്തപുരം വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകല കലാസാംസ്കാരിക മണ്ഡലത്തിൻ്റെ ഭാരവാഹികളാണ്. ഞാൻ അതിൻ്റെ സെക്രട്ടറി ബിജുകുമാർ, എന്നോടൊപ്പം പ്രസിഡന്റ് ശ്രീ ആർ ശിവകുമാർ, ജോയിൻറ്റ് സെക്രട്ടറി പി മധു എന്നിവരാണ് ഈ പ്രസ് മീറ്റ് പങ്കെടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ പാരമ്പര്യ തിരുവാതിരക്കളി മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ വരിക വാർദികളെ എന്ന ശീർഷകത്തിൽ തിരുവാതിരക്കളി മത്സരം നടത്തിവരികയാണ്. കേരളത്തിൻ്റെ തനത് പാരമ്പര്യ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവാതിര. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അരങ്ങിലും അണിയറയിലും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു കലാരൂപം എന്ന നിലയ്ക്ക് സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു കലാരൂപം കേരളത്തിൻ്റെ ഇതായിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവാതിരയുടെ പ്രത്യേകത. ആ തിരുവാതിര ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമായി കളിക്കുന്ന തിരുവാതിര. അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തുക 1,00,000 രൂപ ഒന്നാം സമ്മാനവും മൊമെൻ്റോയും സർട്ടിഫിക്കറ്റും കൊടുത്ത് കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ നടത്തി വരുന്നു. 11ാമത്തെ മത്സരം ഡിസംബർ മാസം 28-ാം തീയതി തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. 12 ടീമുകളാണ് ആകെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവാദം കൊടുക്കുന്നത്. കാരണം 10 മിനിറ്റാണ് ഒരു ടീമിന് അവസരമുള്ളത്. 8 കളിക്കാരും 2 പാട്ടുകാരും, അങ്ങനെ 10 പേരടങ്ങുന്ന ഒരു ടീമിന് 10 മിനിറ്റ് സമയം കൊടുക്കുന്നു. അതിലേറെ അപേക്ഷകൾ ഞങ്ങൾ വരുന്ന അപേക്ഷകളിൽ നിന്നും ജഡ്ജസ് തിരഞ്ഞെടുക്കുന്ന ഫൈനലായിട്ട് വരുന്ന 12 ടീമിനാണ് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപത്തെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിക്കുന്ന ഈ യത്നം 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത്രയും പ്രാധാന്യം മാധ്യമങ്ങളോട് ഉണ്ടാവണം. നല്ല ടീമുകൾ മത്സരിക്കാൻ വരട്ടെ. കഴിഞ്ഞ തവണ ജയിച്ചു വന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് താലം എന്ന് പറയുന്ന ടീമാണ്. 2ാം സ്ഥാനം തൃപ്പൂണിത്തുറയും 3ാം സ്ഥാനം തന്നെ കണ്ണൂരിലെ ടീമാണ്. അപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തം ഈ മത്സരത്തിൽ ഉണ്ടാവാറുണ്ട്. അത്രയേറെ പ്രാധാന്യം തിരുവാതിര കളി പാരമ്പര്യം നടത്തി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ ഞങ്ങളുടെ വരിക വാർദികളെ എന്ന മത്സരത്തിനുണ്ട്. 28-ാം തീയതിയാണ് മത്സരം. ഈ മാസം അവരുടെ അപേക്ഷകൾ ഞങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. സ്വീകരിച്ച ശേഷം ഡിസംബർ 1-ാം തീയതി ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യും ഏതൊക്കെ ടീമിനാണ് മത്സരിക്കാൻ കഴിയുന്നുള്ളത്. ഇതാണ് അറിയിക്കാനുള്ളത്. അല്ലല്ല, തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം നടത്തിയ കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഇപ്പോൾ ഗാന്ധി സ്മാരക നിധി ഹാളിലേക്ക് വായ്പാട്ടാണ്. 2 പേര് പാടുന്നു, 8 പേര് കളിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ് കൈത്താളം മാത്രം ഉപയോഗിക്കാം, ബാക്കിയൊന്നും പറ്റില്ല. ഇപ്പോൾ ആൾക്കാർ ശ്രുതി ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഉൾപ്പെടെ ഉപയോഗിക്കാൻ അന്നില്ലായിരുന്നല്ലോ. പാരമ്പര്യമായിട്ട് ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൈത്താളം മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇടയ്ക്ക പോലും അനുവദിക്കുന്നില്ല. ഇടയ്ക്ക പാടുന്നതാണ് വായിക്കാൻ അറിയെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പറ്റില്ല. മറ്റെന്തെങ്കിലും